ഹരി ഓം. ദശകം 33 ശ്ലോകം 4. തത്രാധപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സനൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. തത്ര അധ പാരണദിനേ ഭവത് അർച്ചന അന്തേ. തത്രാധ പാരണദിനേ ഭവതർച്ചനാന്തേ ദുർവാസസ അസ്യ. അതാണ് പ്രശ്ലേഷ ചിഹ്നം കണ്ടോ അവിടെ. അസ്യ എന്നുള്ളതിന് അവിടെ പ്രശ്ലേഷ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സഹ നൃപേണ പര ആർത്തിശീലഃ. ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലോ. ശീലഃ എന്നുള്ളത് ശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ. തത്രാധപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സനൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ. ദശകം 33 ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു വർഷക്കാലം ദ്വാദശി വ്രതമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധ പാരണദിനേ ഭവതർച്ചനാന്തേ. അധ അനന്തരം പാരണദിനേ ഭവതർച്ചനാന്തേ, പാരണയുടേതായ ആ ഒരു ദിവസം എന്ന് വെച്ചാൽ അതിന് പറയുന്നത് സിദ്ധദ്വാദശി നാളെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഭവതർച്ചനാന്തേ വിഷ്ണു പൂജയും കൂടെ കഴിഞ്ഞ സമയത്ത് ദുർവാസസാമുനിന തത്ര അസ്യ ഭവനം പ്രപേദേ. ദുർവാസാവ് മുനി, ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷി ആ മധുവനത്തിൽ ഈ അംബരീഷൻ്റെ ഭവനത്തിൽ ചെന്നു കയറി. നൃപേണ സഹ ഭോക്തും വ്രതഃ ച. നൃപേണ സഹ എന്നുവെച്ചാൽ രാജാവ്, സഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ, ആ ദുർവാസാവ് മുനിയെ ഭോക്തും വ്രതഃ ച ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ അമൃതത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്തു. പരാർത്തിശീലഃ നിയമാൻ വിധാസ്യൻ യമുനാം മന്ദം ജഗാമ. അപ്പോൾ പരാർത്തിശീലക എന്ന് വെച്ചാൽ എന്തെന്നാണ്, മറ്റുള്ളവരെ കഷ്ടത്തിലാക്കുക എന്ന ശീലമുള്ള ആ മഹർഷി, ആ ദുർവാസാവ് മഹർഷി മധ്യാഹ്ന കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഭാവത്തിൽ യമുനയിലേക്ക് പതുക്കെ നടന്നു നീങ്ങി. അധ പാരണദിനേ ഭവതർച്ചനാന്തേ ദുർവാസസാമുനിന തത്ര അസ്യ ഭവനം പ്രപേദേ നൃപേണ സഹ ഭോക്തും വ്രതഃ ച പരാർത്തിശീലഃ നിയമാൻ വിധാസ്യൻ യമുനാം മന്ദം ജഗാമ. ഈ ദുർവാസാവ് മുനിയുടെ ഈ പരാർത്തിശീലക എന്ന് വെച്ചാൽ ആ ദുർവാസ മുനിക്കുള്ള ഒരു ബാഹ്യദൃഷ്ടിയ ഇങ്ങനത്തെ ഒരു ദുശീലമുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ കഷ്ടത്തിലാക്കുക എന്നുള്ള ഒരു ദുശീലമുണ്ട്. അപ്പം അതിന് ശേഷം ചില നല്ല ഫലങ്ങൾക്ക് പ്രയോജനം ആയി തീരും എന്നുള്ളത് കൂടി നമ്മൾ ആന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മന്ദഞ്ചഗാമ എന്ന് അവിടെ ഭട്ടതിരിപ്പാട് പ്രയോഗിച്ചിരിക്കുന്നത് ആ നദിയിലേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ സമയം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പതുക്കെ പോയത്. അതാണ് മന്ദഞ്ചഗാമ എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ പാരണദിനമായിട്ടുള്ള ദ്വാദശി ദിവസം ആ ഭഗവത് പൂജയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സമാപ്തിക്ക് തൊട്ട് മുമ്പായിട്ട് ദുർവാസാവ് മഹർഷി അംബരീഷൻ്റെ ഗൃഹത്തിൽ വന്നു. ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ ആ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളതായിട്ടുള്ള മുനി തൻ്റെ മറ്റേ മധ്യാഹ്നാദി കർമ്മങ്ങളൊക്കെ ചെയ്യുവാനെന്നുള്ള വ്യാജേന ആ യമുനാ നദിയിലേക്ക് സാവധാനത്തിൽ
നടന്നുപോയി. അപ്പോൾ ഈ വ്രതാവസാനത്തിൽ ദ്വാദശി കഴിയും മുമ്പ് ഈ ബ്രാഹ്മണർക്ക് മൃഷ്ടാന്ന ഭോജനം നൽകി വ്രതം അനുഷ്ഠിക്കുന്ന ആളും കഴിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ചിട്ട. അപ്പം അംബരീഷനെ അപ്രകാരം ആ ഒരു പാരണ വീടുവാൻ അനുവദിക്കരുതെന്ന് മനഃപൂർവ്വം തീരുമാനിച്ചു കൊണ്ടിട്ടാണ് ഈ ദുർവാസാവ് ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ മറ്റു ദിനകൃത്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യമുനാ നദിയിലേക്ക് അവിടേക്ക് നടന്നു പോയത്. അപ്പോൾ ആ ദ്വാദശി കഴിയും മുമ്പ് ഉപവാസം അവസാനിപ്പിച്ചിട്ട് ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ ആ വ്രതത്തിന് ശരിയായിട്ടുള്ള ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ നല്ല ഫലം ഉണ്ടാവരുത് എന്ന് ദുർവാസാവ് മുനിക്ക് മനസ്സിലുണ്ടായിരുന്നു. തത്രാധപാരണദിനെ ഭവതർച്ചനാന്തേ ദുർവാസസാസ്യമുനിനാ ഭവനം പ്രവേദേ ഭോക്തും വൃതശ്ച സനൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ.